ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ക്രിഷ് വണ്ടർലസ്റ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയത് തിരുമലൈക്കോവിലായിരുന്നു. തിരുമലൈക്കോവിലിൽ നിന്ന് ഇപ്പം നമ്മൾ അച്ചൻകോവിൽ റൂട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുവഴി നേരെ കോന്നി വഴി കയറി പോകാമെന്നുള്ളൊരു പ്ലാനാണിപ്പോൾ. അച്ചൻകോവിൽ കോന്നി റൂട്ടെന്ന് പറയുന്ന ഫോറസ്റ്റ് റൂട്ടാണ്. സോ വൈൽഡ് അനിമൽ സൈറ്റിങ്ങിന് ചാൻസസ് ഉണ്ട്. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ ആ ചെക്ക് പോസ്റ്റിൽ വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് പോയാൽ മതി. അല്ലാണ്ട് പ്രത്യേകിച്ചൊരു പെർമിഷൻ്റെ ആവശ്യമില്ല. എന്തായാലും പോയി നോക്കാം. റൂട്ട് വളരെ ഭംഗിയുള്ള റൂട്ടാണ്. അതുകൊണ്ട് ഈവൻ ഇഫ് നമുക്ക് അങ്ങനെ സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും പോകുന്ന ഒരു നഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടില്ലേ, വഴി തന്നെ ഇരിപ്പുണ്ട് ആൾക്കാരൊക്കെ. ഇവന്മാർ മാറത്തൊന്നുമില്ല പെട്ടെന്നൊന്നും. ചെറിയൊരു കോട പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മഴയുണ്ടായിരുന്നു, സോ അതിൻ്റെ ആയിരിക്കണം. അല്ലാണ്ട് വലിയ തണുപ്പൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്ന റൂട്ടല്ല ഇത്. അച്ചൻകോവിൽ റൂട്ടിലേക്ക് പോകാനായിട്ട് നമുക്ക് നോർമൽ ഉള്ളൊരു വണ്ടി മതിയാവും. പക്ഷേ കോന്നി റൂട്ട് സ്ഥിരം വണ്ടി പോകാത്ത റൂട്ടായതുകൊണ്ട് തന്നെ റോഡ് ഡാമേജ് ആയി കിടക്കുകയാണ്. സോ 4-wheel ഡ്രൈവ് വണ്ടി വേണമെന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയെങ്കിലും എടുക്കുന്നത് നന്നായിരിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ റൂട്ട് നല്ല ഡേഞ്ചറസ് ആണ്. ബിക്കോസ് വൈൽഡ് അനിമൽസ് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മുമ്പിൽ വരാം. പിന്നെ 2-wheeler ഇതുവഴി പെർമിറ്റഡ് ആണെങ്കിലും 2-wheeler പോകുന്ന ഒട്ടും അഡ്വൈസബിൾ അല്ല. ബിക്കോസ് ആനയൊക്കെ അറ്റാക്ക് ചെയ്ത കേസസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. സോ ബി വെരി കോഷ്യസ്. ഈ റൂട്ട് അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. അല്ല, ആനയ്ക്ക് മാത്രമല്ല, എനിക്ക് ഈ പണിയൊക്കെ അറിയാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു മയില് റോഡിൻ്റെ നടുക്കേറി നിൽക്കുന്നുണ്ട്. കുറച്ച് സമയമായി നിന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. മഴ കഴിഞ്ഞതുകൊണ്ട് അത്യാവശ്യം നല്ല പച്ചപ്പുണ്ട് റോഡിലൊക്കെ. അത് കാരണം ഫോറസ്റ്റും നല്ല തിക്കാണ്. തിക്ക് ഫോറസ്റ്റ് ആകുമ്പോൾ ആനയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നല്ല കോഷ്യസ് ആയിട്ട് വേണം നമുക്ക് ഈ റൂട്ട് വഴി പോകാനായിട്ട്. ഇവിടെ മുമ്പ് ടൂറിസം ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെ ടൂറിസം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ചിലപ്പോൾ ഭാവിയിൽ വരുമായിരിക്കാം. ആസ് ഓഫ് നൗ ടൂറിസം ഒന്നും ഉള്ളതായിട്ട് അറിയില്ല. ആ മയിൽ വീണ്ടും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അച്ചൻകോവിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അച്ചൻകോവിൽ റൂട്ടിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അച്ചൻകോവിൽ റിവറാണ് ഈ കാണുന്നത്. നമ്മുടെ ഒരു നൊസ്റ്റു ടൈപ്പ് ഹോട്ടൽ കണ്ടപ്പോൾ ഇറങ്ങി ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഇറങ്ങിയതാണ്. നല്ല ചോറും കറികളൊക്കെ ആയിട്ട് ഫുഡ് മിന്നിച്ചു. പല പല കാടുകളിൽ നമ്മളെ കൊണ്ടുപോയിട്ടുള്ള ആനന്ദേട്ടൻ്റെ രഥമാണിത്. മഴ പെയ്തതിൻ്റെ ആ ഒരു വെള്ളം ആണ് ഈ പുഴയിൽ ഇങ്ങനെ കാണുന്നത്. പുഴ ഇപ്പോൾ അത്യാവശ്യം നല്ല വീതിയായിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ. ആനപ്പിണ്ടം കണ്ടു തുടങ്ങിയിട്ടുണ്ട് റോഡിൽ. അപ്പോൾ ആനയുടെ പ്രസൻസ് തുടങ്ങിയിട്ടുണ്ട്. റോഡ് സൈഡിലൊരു മരത്തിൻ്റെ മുകളിൽ നോക്കിയപ്പോൾ ഒരു ക്രസ്റ്റഡ് ഹോക്ക് ഈഗിൾ എന്ന് പറയുന്നൊരു ഈഗിൾ ഇരിപ്പുണ്ട്. അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു കില്ലുണ്ടെന്ന് തോന്നുന്നു ആ മരത്തിൽ. അതിൻ്റെ മുമ്പിലായിട്ട് അതിനൊരു കില്ലിനെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. കാറ്റൊക്കെ കൊണ്ട് ആൾ വിശാലമായിട്ടിരുന്ന് ഫുഡ് അടിക്കുകയാണ്. ഇതാണ് ഹിൽ മൈന. നമ്മുടെ നാട്ടിൽ കാണുന്ന മൈനയിൽ നിന്നും ചെറിയ വ്യത്യാസമുണ്ട്. അത് അതിൻ്റെ ഹെഡ് കാണുമ്പോൾ അറിയാൻ പറ്റും, ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. നല്ല ബേർഡ് ആക്ടിവിറ്റി കൂടെ ഉള്ള ഒരു റൂട്ടാണ് ഈ കോന്നി റൂട്ട്, ഫോറസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത്. വൈൽഡ് ബോസിൻ്റെ ജുവനൈൽസാണ്, കുട്ടികളാണ്. കണ്ടത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇന്ത്യൻ ഗോർ ആണ് നിൽക്കുന്നത്. ആളാ തിരിഞ്ഞു നിന്ന് ഫുഡ് കഴിക്കുന്ന കാരണം നമുക്ക് നേരെ കാണാൻ പറ്റുന്നില്ല ഫേസ് ഒന്നും. പക്ഷേ ആളത് തന്നെയാണ്. ഒറ്റയ്ക്കല്ല, ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ ഒരാളാണ് ദേ നിൽക്കുന്നത്.
ഇന്ത്യൻ ഗോറിൻ്റെ ജുവനയിലാണ്, കുട്ടിയാണ്. ആൾ കുറച്ച് ക്യൂരിയസ് ആണ്, പക്ഷേ പട്ടിയുടെ സൗണ്ട് കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഓടിത്തന്നു. ദേ നിൽക്കുന്നു സാമ്പാരിയർ അഥവാ മ്ലാവ്. അതിൻ്റെ മൂക്കിൻ്റെ തുമ്പത്തിരിക്കുന്ന ആളാണെന്നറിയാമോ? അതാണ് ഓലഞ്ഞാലി കിളി എന്ന് പറയുന്നത്, റൂഫസ് ട്രീപ്പായി എന്ന് പറയുന്ന ബേർഡാണ്. നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പശുവിൻ്റെ കടിയും മാറും കാക്കയുടെ വിശപ്പും തീരുന്നു. കാട്ടിലേക്ക് വരുമ്പോൾ സെയിം ആപ്ലിക്കബിളാണ്, പക്ഷേ സ്പീഷീസിൽ ചെറിയ ഡിഫറൻസ് വരും. നമ്മൾ അത്യാവശ്യം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, സൂം ലെൻസ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും അടുത്തെങ്കിലും കിട്ടുന്നത്. അതിനിപ്പോൾ കൊമ്പ് ഒരു തവണ പോയിട്ട് രണ്ടാമത് വരുന്ന കൊമ്പാണ് ഈ വെൽവെറ്റ് പോലെ ഇരിക്കുന്ന കൊമ്പ്. അല്ലാണ്ട് നമ്മൾ നല്ല മെച്യൂറായിട്ട് വരുന്ന കൊമ്പാണെങ്കിൽ അത്യാവശ്യം നല്ല തിക്കായിരിക്കും. കാണുമ്പോൾ നമുക്ക് ആ പാറ്റേൺ ഡിഫറൻസ് അറിയാൻ പറ്റും. എനിക്കൊന്നും എല്ലാ കൊല്ലവും കൊമ്പ് പോയിട്ട് രണ്ടാമത് വരും, അങ്ങനെയാണ് നോർമലി സംഭവിക്കുന്നത്. എന്തേ കണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആന സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ അനക്കം കേട്ട് നോക്കിയതാണ്. നോക്കിയപ്പോൾ ഒരെണ്ണം രണ്ടെണ്ണമൊന്നുമല്ല, ഒരു വലിയ ഹേർഡ് തന്നെ ഉണ്ട്. നമ്മളൊരു 5 കിലോമീറ്റർ മുന്നേ എത്തിയപ്പോൾ തന്നെ അവർ നമ്മുടെ പ്രസൻസ് എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. അവരുടെ മൂവ്മെൻറ്റ് സെൻസ് ചെയ്യാനുള്ള കഴിവ്, മണം പിടിക്കാനുള്ള കഴിവ്, അതുപോലെ അവരുടെ വേരിയസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ വെച്ചിട്ട് അവർ വേറൊരു എൻറ്റിറ്റിയുടെ പ്രസൻസ് വളരെ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യും. നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ ഒരുപാട് അപ്പുറമാണത്. ഇതിലേറ്റവും തലമൂത്ത ആനയാണ്, മാട്രിയാർക്ക് എന്ന് പറയും. അതാണ് ഈ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നത്, ബാക്കി ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. ബാക്കി എല്ലാ ഗ്രൂപ്പിലുള്ള ആനയും അങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഇതാണ് ആ മാട്രിയാർക്ക്. അവർ നമ്മളെ ഇന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആന എത്രയും സമയമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മളൊരു ത്രെട്ടല്ല എന്ന് അവർക്ക് ഉറപ്പാവുന്നതുവരെ നമ്മളെ വാച്ച് ചെയ്യും. തുമ്പിക്കൈ ഇങ്ങനെ നീട്ടി പിടിച്ചേക്കുന്നതൊക്കെ നമ്മുടെ സ്മെല്ലൊക്കെ പിടിക്കുന്നതാണ്. അവർക്ക് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളൊരു ഐഡിയ ക്ലിയറായിട്ട് കിട്ടുന്നത് വരെ അവർ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ത്രെട്ടല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരവരുടെ പണി നോക്കിപ്പോകും. എന്നാലും വിജിലൻ്റ് ആയിരിക്കും, ബിക്കോസ് ആ കൂട്ടത്തിലൊരു കുട്ടിയാനയും കൂടെ ഉണ്ട്. ഈ ആനകൾ പോകുന്ന വഴിയും അവർ ഫുഡ് കണ്ടെത്തുന്ന സ്ഥലമൊക്കെ ഓൾറെഡി ജനറേഷൻസ് ആയിട്ട് അവർ പാസ് ഓൺ ചെയ്ത് വരുന്ന ഒരു ഇൻഫർമേഷനാണ്. അതായത് ഒരു മാട്രിയാർക്ക് അടുത്ത മാട്രിയാർക്കിന് പാസ് ചെയ്ത് വരുന്ന ഒരു ഇൻഫർമേഷനാണ്. അതുകൊണ്ടാണ് ഈ ആനത്താര എന്നൊക്കെ നമ്മൾ പറയുന്നത്. പല സ്ഥലത്തും ആന ക്രോസ് ചെയ്യുന്ന വഴി അല്ലെങ്കിൽ ആനത്താര എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ ബ്രെയിനിലത് സേവ്ഡാണ്. അവർ ആ വഴി തന്നെ പോകത്തുള്ളൂ. അവരുടെ ഈ നോർമൽ പാത്തിൽ നമ്മളാണ് അഡീഷണലി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കുന്നത്, കയ്യേറ്റം ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ. മൃഗങ്ങൾക്ക് ബേസിക്കലി 2 ഇൻസ്റ്റിക്റ്റാണ്. ഒന്നെന്ന് പറയുന്നത് അവരുടെ വിശപ്പടക്കുക എന്നുള്ളതാണ്, ഫുഡ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സെൽഫ് ഡിഫെൻസാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ അത് നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാറുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ സ്പേസിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുത്, തിരിച്ച് അവരും നമ്മളിങ്ങോട്ട് വന്ന് ഡിസ്റ്റർബ് ചെയ്യത്തില്ല. So please don't forget to like, share and subscribe. See you soon with another video. Until then, adios amigos.